സ്വാതി, എൻ്റെ കുറേ യൂസേഴ്സ് ഉണ്ടല്ലോ, അവർ എക്സലിൽ ഡാറ്റ ലോഡ് ചെയ്ത് കഴിഞ്ഞ് വിഷ്വൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹാങ് ആവണമെന്നും പറഞ്ഞിട്ടാണ് ഇഷ്യൂസ് പറയുന്നത്. അതിനെന്തെങ്കിലും പോം വഴിയുണ്ടോ? എക്സലിലാകെ 10 ലക്ഷത്തോളം റോസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഡേറ്റ ലോഡ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആസ് എ ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് പവർ ബി ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ തന്നെയാണ് പവർ ബി, എക്സൽ പോലെ. ആൻഡ് ഇതിൽ എക്സലിനേക്കാളും ഒരുപാടധികം നമുക്ക് നല്ല ഗ്രാഫുകളുണ്ട്. സോ ദാറ്റ് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. സുജിത മാം, എന്തൊക്കെയാണ് പവർ ബിയെ പറ്റിയിട്ട്? പവർ ബി ഐ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു അനാലിറ്റിക്കൽ ഐഡിയ ഉണ്ട്. നമുക്ക് പവർ ബി ഐനെ പറ്റിയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ബി ഐ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. നമുക്കൊരു വിഷ്വലൈസേഷൻസിനെയൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കിട്ടും. പക്ഷേ ഇതിനൊക്കെ നമുക്ക് ആവശ്യം കുറച്ച് നോളേജ് ആവശ്യമാണ്. ബേസ് നോളേജ് എന്ന് പറയുന്ന ഒരു സാധനം ലോജിക്കലി നമുക്ക് ആവശ്യമാണ് പവർ ബി ഐ എന്ന് പറയുന്ന സാധനം. ടെക്നിക്കലി വേണം. ടെക്നിക്കലി കുറച്ചുള്ളത് ഡാക്സോ അല്ലെങ്കിൽ നമുക്ക് വല്ല പവർ ക്യൂറി എഡിറ്ററോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരണ സമയത്ത് നമുക്ക് ഈ നോളജ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. പക്ഷേ എന്നാലും ഈ എക്സൽ വെച്ചിട്ടുള്ള ഈ ഡിഫിക്കൽട്ടീസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പവർ ബി ഐ വെച്ചിട്ട് പറ്റും. യെസ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എത്ര റോസോ എത്ര ടേബിൾസോ ഉണ്ടെങ്കിലും നമുക്ക് പവർ ബി ഐ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒരു ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ടെക്നിക്കൽ നോളജസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു എ ഐ ടൂൾ. ഇപ്പം നമുക്കറിയാം എല്ലാ കാര്യത്തിനും നമുക്ക് എ ഐ ടൂൾസ് ഉണ്ട്. സോ ഈ വിഷ്വലൈസേഷൻസ് അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എ ഐ ടൂളാണ് ഡാറ്റ സ്ക്യൂരൽ എന്ന് പറയുന്നത്. യെസ്, ഫ്രീലി ആക്സസിബിൾ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ടേബിൾ ഏതാണോ ആ ടേബിളിനെ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുക. ആ ടേബിളിനെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവർക്കും നമുക്ക് ഡാറ്റ സ്ക്യൂരൽ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക് യു.